എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. നാളെ അതീവ വിശേഷപ്പെട്ടൊരു ദിവസമാണ്. നാളെ ഹനുമാൻ ജയന്തിയാണ്. മാത്രമല്ല നാളെ ശനിയാഴ്ചയും കൂടിയാണ്. വളരെ വിശേഷമാണ്. ഹനുമാൻ ജയന്തിയാണ്, ശനിയാഴ്ചയാണ്. നമ്മുടെയൊക്കെ വീടിൻ്റെ തൊട്ടടുത്ത് ആഞ്ജനേയസ്വാമി ക്ഷേത്രങ്ങൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഭഗവാനെ പോയി തൊഴുത് പ്രാർത്ഥിക്കുക. ഇനിയിപ്പോൾ ശ്രീരാമൻ്റെ അമ്പലം ഉണ്ടെന്നുണ്ടെങ്കിൽ അവിടെയും പോയി തൊഴുക. ഹനുമാൻ്റെ അമ്പലം താരതമ്യേന നമ്മുടെ നാട്ടിൽ കുറച്ച് കുറവാണ്. ഉള്ള ആൾക്കാരാണെങ്കിൽ തീർച്ചയായിട്ടും പോയി തൊഴുക. ഭഗവാന് നമ്മളെക്കൊണ്ട് സാധിക്കുന്ന വഴിപാടുകളൊക്കെ അമ്പലത്തിൽ ചെയ്ത് പ്രാർത്ഥിക്കുക. നമ്മൾ എന്തൊരു കാര്യം മനസ്സുരുകി പ്രാർത്ഥിച്ചാലും അത് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ആ കാര്യം സാധിപ്പിച്ചു തരുന്ന ആളാണ് ഹനുമാൻ സ്വാമി അല്ലേ. കാര്യസാധ്യത്തിന് നമ്മൾ ഇത്രയേറെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന മറ്റൊരു ഈശ്വരൻ ഇല്ല എന്ന് തന്നെ പറയാം. അത്രയേറെ ഭക്തവത്സലനാണ്. നമ്മൾ എന്തൊരു കാര്യം പ്രാർത്ഥിച്ചാലും വളരെ പെട്ടെന്നാണ് ഭഗവാൻ അതിന് നമുക്കൊരു വഴി കാണിച്ചു തരുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ എന്ത് വിഷമങ്ങളായിക്കോട്ടെ, എന്തൊരു കാര്യമായിക്കോട്ടെ ഭഗവാന്റെ മുമ്പിൽ സമർപ്പിച്ച് പ്രാർത്ഥിച്ചോളൂ. ഭഗവാൻ അതിനൊരു വഴി ഉണ്ടാക്കി തരും. വിശ്വാസത്തോടു കൂടി വേണമെന്ന് മാത്രം. നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യവും അത്രയും വിശ്വാസത്തോടു കൂടി ചെയ്താൽ തീർച്ചയായിട്ടും അതിനുള്ള ഫലം ഉണ്ടാവും. അപ്പോൾ ഭഗവാനെ പോയി കണ്ട് പ്രാർത്ഥിക്കുക. ഇതിനു മുമ്പ് നമ്മൾ ശ്രീരാമനവമി ആഘോഷിച്ചു. അപ്പോൾ തീർച്ചയായിട്ടും അതിന് പിന്നാലെയാണ് ഈ ഹനുമാൻ ജയന്തി വരുന്നത്. അപ്പോൾ നാളെ വേറൊരു കാര്യം കൂടി ചെയ്യാൻ നമുക്ക് തുടക്കം ഇടാൻ സാധിക്കും. ശ്രീരാമജയം എഴുതി തുടങ്ങാൻ ആഗ്രഹിക്കുന്നതിന് മുമ്പ് നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ശ്രീരാമജയം എഴുതി തുടങ്ങാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരാണെങ്കിൽ നാളെ തന്നെ എഴുതി തുടങ്ങാം. നല്ല ദിവസമാണ്. ശ്രീരാമൻ്റെയും ഹനുമാൻ സ്വാമിയുടെയും അനുഗ്രഹം ഒരേപോലെ നമുക്ക് ലഭിക്കും. അപ്പോൾ എഴുതാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരൊക്കെ നാളെ തുടങ്ങിക്കോളൂ. വളരെ വിശേഷമാണ്, നല്ല ദിവസമാണ്. ഭഗവാനോട് എന്തൊരു കാര്യം നമ്മൾ പ്രാർത്ഥിച്ചാലും ഉടനടി നടക്കും എന്നുള്ളതിന് യാതൊരു സംശയവും ഇല്ലാത്ത കാര്യമാണ്. അതിന് അനുഭവമുള്ള ആളും കൂടിയാണ് ഞാൻ. അതുകൊണ്ടാണ് ഇത്രയേറെ പറയുന്നത്. അപ്പോൾ നമ്മളെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്ന വഴിപാടുകൾ നമ്മൾക്കത് എന്താണോ ചെയ്യാൻ പറ്റുന്നത് ചെയ്യുക. ഭഗവാന് ഏറ്റവും ഇഷ്ടപ്പെട്ട നൈവേദ്യം എന്ന് പറയുന്നത് അവിൽ നിവേദ്യം തന്നെയാണ്. അപ്പോൾ അവിൽ വഴിപാടായിട്ട് കഴിക്കാൻ പറ്റുന്നവർ അത് കഴിക്കുക. അല്ലെങ്കിൽ വെറ്റില സമർപ്പിക്കാം, നെയ്വിളക്ക് കഴിക്കാം. ഇതൊക്കെ നമുക്ക് അമ്പലത്തിൽ പോയി ചെയ്യാവുന്ന കാര്യങ്ങളാണ്. ഇനിയിപ്പോൾ വീട്ടിൽ പോകാൻ പറ്റാത്തവരാണെങ്കിൽ വീട്ടിൽ നമുക്ക് ഈ കാര്യങ്ങളൊക്കെ ചെയ്യാവുന്നതേ ഉള്ളൂ. ഹനുമാൻ സ്വാമിയുടെ ഫോട്ടോ ഉണ്ടെങ്കിൽ അതിന് മുമ്പിൽ മാല ചാർത്തിയിട്ട് നമുക്ക് ഭഗവാന് ഈ അവിലും ശർക്കരയും കൂടിയിട്ട് ഭഗവാന്റെ മുമ്പിൽ വെച്ചിട്ട് നൈവേദ്യമായിട്ട് സമർപ്പിച്ചിട്ട് ഭഗവാന്റെ നാമങ്ങൾ ജപിക്കാം. ഹനുമാൻ ചാലിസ ചെല്ലാൻ അറിയുന്ന ആൾക്കാരാണെങ്കിൽ തീർച്ചയായിട്ടും രാവിലെ ഒരു 11 തവണ ചെല്ലുക. അല്ലെങ്കിൽ 21 36 എത്രയാണോ നമുക്ക് സമയം കിട്ടുന്നത് അതിനനുസരിച്ച് അത്രയും ചെല്ലുക. അത് വളരെ വിശേഷമാണ്. നാളത്തെ ഒരു ദിവസം ഈ ഹനുമാൻ ചാലിസ ചെല്ലുന്നത്. ഇനി ഈ നാമം ചൊല്ലാൻ സമയമില്ല എന്നുണ്ടെങ്കിൽ അത് കേൾക്കെങ്കിലും ചെയ്യുക. നമുക്ക് കേൾക്കാൻ പ്രത്യേകിച്ച് ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ. അപ്പോൾ ഇത് ഓൺ ചെയ്തിട്ട് ഹനുമാൻ ചാലിസ അത് കേൾക്കുക. ചൊല്ലാൻ അറിയാത്ത ആൾക്കാരാണെങ്കിൽ അതും വളരെ വിശേഷമാണ്. കേട്ടാലും അതിൻ്റെ ഗുണം ഉണ്ട്. പിന്നെ നമ്മൾക്കറിയാവുന്ന ചെറിയ ചെറിയ നാമങ്ങളൊക്കെ ഭഗവാന്റെ നാമങ്ങൾ നമുക്ക് അവിടെ ഇരുന്ന് ജപിക്കാം. ഇനിയിപ്പോൾ ഒരു നാമവും അറിയില്ലെങ്കിൽ ശ്രീരാമജയം എന്ന് ജപിച്ചാലും മതി. അത്രയേറെ വിശേഷമാണ്. പിന്നെ 2 നേരവും ഭഗവാനെ നന്നായിട്ട് പ്രാർത്ഥിച്ചോളൂ. ഹനുമാൻ സ്വാമിയെ വളരെ ഗംഭീരമായിട്ട് പ്രാർത്ഥിക്കുക. കുറച്ച് സമയം നമ്മൾ ഭഗവാന് വേണ്ടിയിട്ട് സമർപ്പിക്കുക. രാവിലെയും അതുപോലെ വൈകുന്നേരവും ഭഗവാനെ നന്നായിട്ട് മനസ്സൊരുക്കി പ്രാർത്ഥിച്ചോളൂ. എല്ലാവിധത്തിലുള്ള ഐശ്വര്യങ്ങളും നാനാവിധത്തിലുള്ള ഐശ്വര്യങ്ങളും നമ്മളെ തേടി വരും. നമ്മൾ പ്രാർത്ഥിക്കുക, നമ്മൾക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യുക. ഇത് രണ്ടും മാത്രമേ നമുക്ക് ചെയ്യാനായിട്ടുള്ളൂ. ബാക്കിയുള്ളതിൻ്റെ ഫലത്തെക്കുറിച്ച് ചിന്തിക്കുകയേ നമ്മൾ വേണ്ട. അതൊക്കെ നമുക്ക് വന്നു ചേർന്നോളും. നമ്മൾ ഈ ചെയ്യുന്ന കാര്യങ്ങളുടെയൊക്കെ ഫലം തീർച്ചയായിട്ടും നമ്മളെ തേടി വന്നോളും. അപ്പോൾ ഭഗവാനെ മനസ്സൊരുക്കി പ്രാർത്ഥിച്ചോളൂ. എല്ലാ കാര്യങ്ങളും ഭഗവാൻ നേരെയാക്കി തരും. വളരെ വിശേഷമാണ്. ഹനുമാൻ സ്വാമിയുടെ ഒരു ഫോട്ടോ ഇല്ലാത്ത ആൾക്കാരും തന്നെ ഉണ്ടാവില്ല. അപ്പോൾ ഭഗവാന് ഒരു വിളക്ക് കത്തിച്ച് വെച്ചിട്ട് ഭഗവാന്റെ ഒരു മാലയൊക്കെ ചാർത്തി ഭഗവാൻ ഈ നൈവേദ്യമൊക്കെ സമർപ്പിച്ച് നന്നായിട്ട് പ്രാർത്ഥിച്ചോളൂ. എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടാവും ഭഗവാന്റെ. അപ്പോൾ എല്ലാവർക്കും എല്ലാവിധത്തിലുള്ള എല്ലാ ഐശ്വര്യങ്ങളും ഭഗവാൻ തരട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് മറ്റൊരു വിഷയവുമായിട്ട് വീണ്ടും വരാം. ഈ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. എല്ലാവർക്കും നന്ദി, നമസ്കാരം.